ഹായ് ഗൈസ്, എൻ്റെ പേര് സാൻഡ്ര. ഇത് ആക്ച്വലി രേഷൂസ് വ്ലോഗാണ്. രേഷു എന്ന് പറയുന്നത് രേഷ്ന എൻ്റെ അമ്മയാണ്. സോ ഞങ്ങൾ ഇങ്ങനൊരു എന്താ പറയുക, ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഫേസ് റിവീലിംഗ് ചെയ്തിട്ടില്ല. സോ ഇതിങ്ങനെ ചെയ്യാനുള്ള ഇതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആക്ച്വലി ഈ വ്ലോഗിനെയും യൂട്യൂബിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. സോ എന്താ പറയുക, എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല കുക്കിങ്ങിൻ്റെ എന്തെങ്കിലും വീഡിയോ ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് നിനക്ക് എന്താ കൊണ്ടുപോകാൻ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അച്ചാർ വേണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മ കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊഞ്ചച്ചാറാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് വീഡിയോ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ അമ്മ പറഞ്ഞു ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അവർക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ നീ എന്തെങ്കിലും ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നൊക്കെ ഒരു വീഡിയോ തന്നെ. ഇനി ബാക്കി നമ്മൾ കുക്കിംഗ് കിച്ചണിലായിരിക്കും. നമ്മൾ കുക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്. സോ ഇതാണ് രേഷ്ന എൻ്റെ അമ്മ, ഇതാണ് ഇന്ത്യയിലെ ഡിസൈനർ UG ആർക്കിടെക്ട്സിൻ്റെ. സോ നമ്മളിന്ന് കൊഞ്ചാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കൊഞ്ചിൻ്റെ അച്ചാറാണ്. സോ അത് അതിൻ്റെ പ്രിപ്പറേഷൻ്റെ വീഡിയോസ് ആയിരിക്കും ഇനി ബാക്കി വരുന്നത്. സോ അതിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നതെന്ന് പറയാം. മെയിനായിട്ടുള്ളത് നമ്മളുടെ കൊഞ്ച് തന്നെയാണ്. ആ കൊഞ്ചിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. പിന്നെ വരുന്നത് നമുക്ക് വെളുത്തുള്ളി വരുന്നുണ്ട്, ഇഞ്ചി കുറച്ച് ഞാൻ ചതച്ചിട്ടാണ് ഇടുന്നത്. സാധാരണ നമുക്ക് കട്ട് ചെയ്തിട്ടാണ് എല്ലാവരും ഇടുന്നത്, പക്ഷേ ഞാനത് കുറച്ച് ചതച്ചിട്ടാണ് ഇടുന്നത്. കാരണം കുറച്ച് ഗ്രേവി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പച്ചമുളകുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ വിനീഗർ, പിന്നെ കുറച്ച് കായം, ഉലുവപ്പൊടിയുണ്ട്, കടുകുണ്ട്, അതേപോലെ തന്നെ കുറച്ച് നമുക്ക് കറിവേപ്പില. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് കൊഞ്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുകയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് വലിയ കൊഞ്ചാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വേഗം വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഞാനിത് അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് വറുത്തെടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അടച്ച് വെച്ചൊന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ കൊഞ്ച് വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാമോ എന്ന് അറിഞ്ഞൂടാ, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കാണാമായിരിക്കുമല്ലേ. അപ്പം അതൊന്ന് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതെന്ന് പറയാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് എൻ്റെ. ആക്ച്വലി ഇതെന്താണെന്ന് കൊഴുക്കട്ടയോ? കൊഴുക്കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കുന്ന ഈ കൊഴുക്കട്ട ഞാൻ കുറേ ഇടത്തുനിന്ന് കൊഴുക്കട്ട കഴിച്ചത്. പക്ഷേ ഞാൻ ബാംഗ്ലൂർ സമയത്ത് ഞാൻ അമ്മയുടെ പറയുന്നത് അമ്മ എനിക്ക് സാധനം കഴിക്കുന്നത്. അമ്മ ഇത് ഒരു ദിവസം എൻ്റെ മൂത്തെന്ന് പറയുന്നത് മൂത്ത അമ്മമ്മയുടെ ചേച്ചി. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പം ആശുപത്രി വർക്കല പോയപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പം രാവിലെ ഇതെങ്കിൽ ഇത് ജനിച്ചിക്ക് വിതറി. ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് അടുത്ത് ഇടുന്നത്. സാധാരണ നമ്മൾ കറിവേപ്പില ഇടും, പക്ഷേ കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. ഇപ്പം വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഉള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് ഇഞ്ചി കുറച്ച് ഞാൻ പറഞ്ഞത് ചതച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഇഞ്ചി ചതച്ചതും അതുപോലെ പച്ചമുളക് നമുക്കിതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നോക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിലെല്ലാം കുറച്ച് ഉപ്പ് പിടിക്കാൻ പറ്റും. ഇനി അങ്ങനെ നമ്മുടെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ അടുത്തത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാൽ ഈ മസാലയിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇനി ഓരോരോ പൊടികളായിട്ട് ഇടാനുള്ളത് ഇട്ട് വരികയാണ്. മഞ്ഞൾപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മുളക് പൊടി ഇടാം. അത് ഓരോരുത്തരുടെയും ആവശ്യത്തിന്, അതായത് എരിവ് ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച്, എരിവ് കുറവ് മതിയെങ്കിൽ അതനുസരിച്ച്. കാരണം ഞാനിപ്പം വളരെ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം നമ്മളുടെ പച്ചമുളക് നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഞാൻ ഇച്ചിരി എരിവ് അത്രയ്ക്കും പോണ ആളല്ല, അതുകൊണ്ട് കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ അല്ലേ. അധികം എരിവ് കുറച്ച് അധികം ഇട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇടേണ്ടതാണ് ഉലുവപ്പൊടി. നമുക്ക് കുറച്ച്, അതായത് വളരെ കുറച്ച് ഉലുവപ്പൊടി മതി. കാരണം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും ഒരു കയ്പുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് ഉലുവപ്പൊടി മതി.
കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഇനിയുള്ള ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതാക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം നമുക്ക് ഏകദേശം മണം വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു പച്ചപ്പ്, ആ ഒരു ഇത് മാറി, ഈ പൊടികളുടെയൊക്കെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കായപ്പൊടി വേണം. ഇതിപ്പോൾ ഏകദേശം ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കായപ്പൊടി നമുക്ക് കുറച്ചിടാം. കാരണം ഏത് അച്ചാറിനാണെങ്കിലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് കായപ്പൊടി. അതെ, എന്നാലും മാത്രമേ ആ ഒരു അച്ചാറിൻ്റെ ഒരു മണവും ആ ഒരു ടേസ്റ്റും എല്ലാം നമുക്ക് വരുള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരിക്കലും നമ്മൾ വെള്ളം എന്ന് പറയുന്നൊരു സാധനം ഒരിക്കലും തൊടരുത്. കാരണം ഇത് നമുക്ക് കുറേ നാൾ ഇരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ എത്ര നാൾ വേണ്ടെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയാകാണ്ട് നിന്നോളും. അതായത് നല്ലെണ്ണയും വിനാഗിരിയും മാത്രമാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഒഴിക്കും. നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ വിനാഗിരി ഒഴിക്കാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ച മീനിലും ഒരിത്തിരി വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്നാലും ഇതിൻ്റെ അകത്ത് കുറച്ച് അത്യാവശ്യം, ഒരുപാടൊന്നും വേണ്ട. കാരണം ഒത്തിരി വിനാഗിരി ആയിരിക്കും ഇതിനൊരു പുളിപ്പ് രസം വരും. നമുക്ക് വളരെ കുറച്ചേ അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നല്ലെണ്ണ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരിക്കലും അങ്ങനെ ചീത്തയാവുന്നുള്ള ഒരു ഭയം വേണ്ട. ഇനിയാണ് നമുക്ക് കറിവേപ്പിലേൻ്റെ ആവശ്യം. കറിവേപ്പില നമുക്കിടാം. ഈ കറിവേപ്പിലേൻ്റെ ഒരു കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നാമത് നമുക്ക് എണ്ണക്കകത്തും കൂടി ആയതുകൊണ്ട് കറിവേപ്പില പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. അതുകൊണ്ട് നമുക്കതിന് ടെൻഷൻ വേണ്ട. അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ പെട്ടെന്ന് മാറുന്നു കിട്ടും. കാരണം ഏത് ഇതിലാണെങ്കിലും നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകും. ഇനി ഇതിനകത്തേക്ക് ഏകദേശം എല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് ഉപ്പിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ഇട്ട് നോക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പിൻ്റെ ഇതൊന്ന് നോക്കാം. ഉപ്പ് കുറച്ചും കൂടെ വേണ്ട. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനെ ഇതിനകത്തേക്ക് ഇടാം. നമ്മുടെ ചെമ്മീൻ അയ്യോ പോവല്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ആ വറുത്തത് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞാൻ അതിൻ്റെ ഇടയിൽ 3 എണ്ണം ഉള്ളിപ്പറിക്കി എടുത്ത് കഴിച്ചു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഫ്രൈഡ് പ്രോൺസ് പോലെ ഉണ്ടല്ലേ. അപ്പം ഇത് ഗ്രീൻ വേണ്ട, ഇങ്ങനെ തന്നെയാ. ഓക്കെ, പെട്ടെന്ന് തീർന്നു കൊണ്ടുപോകാം. ഇനി നമുക്ക് ഇതൊരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാ മസാലയും, ഇത് നമ്മൾ തണുത്തതിന് ശേഷം കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പം ഇതിൻ്റെ എല്ലാ മസാലയും ഈ കൊഞ്ചിലും കൂടെ പിടിച്ച് യഥാർത്ഥത്തിലുള്ള അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് അപ്പോഴാണ് വരിക. അപ്പോൾ ഓക്കെ, നമ്മുടെ കൊഞ്ചച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ ഇതിൽ തന്നെ വെക്കുവാണ്. കാരണം ഇതിന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കത് കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് വളരെ സന്തോഷം. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം വളരെ സന്തോഷം. ഞാൻ എപ്പോഴും വർക്ക് ആയിട്ടൊക്കെ ബിസി ആയിരിക്കും. കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്, ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അതുപോലെ കൺസ്ട്രക്ഷൻ ഒക്കെ ബന്ധപ്പെട്ടിട്ട് വളരെ തിരക്കിലായിരിക്കും. എന്നാലും കിട്ടുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ വീഡിയോസും കൂടി ഞാൻ ഇടാൻ മറക്കില്ല.